സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവി 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 ഹരേ ഹരേ. ഹരേ മായ 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 ഹരേ ഹരേ. നമസ്തേ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ അല്ലേ. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ വസ്തു എങ്ങനെ വാങ്ങണം, പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ താമസിക്കുന്ന വീടിൻ്റെ ഭൂമി നല്ലതാണോ, അല്ലെങ്കിൽ പ്ലോട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതെന്താ എങ്ങനെ ചെയ്യണം. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എപ്പോഴും നമ്മുടെ സത്സംഗത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ സത്സംഗത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം നാമസങ്കീർത്തനമാണ്, നാമജപമാണ്. നമ്മുടെ സത്സംഗത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ മാർഗവും ലക്ഷ്യവും ഒക്കെ നാമസങ്കീർത്തനമാണ് ഇല്ലേ. പിന്നെ നാമസങ്കീർത്തനത്തിൻ്റെ കൂടെ ഇതൊക്കെ കൂടി പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമമായ സത്യം. ശരിക്ക് നമ്മൾ ഇന്ന് അത് ചോദിക്കട്ടെ, നാമം ജപിച്ചോ? ഇന്ന് എത്ര നാമം ജപിച്ചു, എന്തൊക്കെ ജപിച്ചു ഇല്ലേ. നാമജപം നടന്നു എന്ന് വിചാരിക്കുന്നു. സന്തോഷത്തോടു കൂടി, പ്രേമത്തോടു കൂടി, ഐശ്വര്യത്തോടു കൂടി, തന്ന സർവ്വ സൗഭാഗ്യങ്ങൾക്കും ഇല്ലേ. ഞാനിങ്ങനെ അമ്പലത്തിലൊന്ന് കയറിയിട്ട് ഒന്നിങ്ങ് വന്നേ ഉള്ളൂ. വളരെ അടുപ്പിച്ച് ഇപ്പോൾ 1-2 ദിവസമായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈ വൈകുന്നേരം ഒന്ന് അമ്പലക്കുളത്തിലൊന്ന് കുളിച്ച് ഭഗവാനെ തൊഴാൻ ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് അമ്പലക്കുളത്തിൽ പഴയ സ്കൂളിലൊക്കെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇല്ലേ, അവരെയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെയൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നിട്ടേ ഉള്ളൂ. അപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പറഞ്ഞിട്ട് മാണിക്യവീണാമുപലാളയന്തിം മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതികോമളാംഗിം മാതംഗകന്യാ മനസസ്മരാമി. ചതുർഭുജേ ചന്ദ്രകലാവദംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതാ. മാതാമരതകശ്യാമ മാതംഗീ മതശാലിനി കുര്യാത്കടാക്ഷം കല്യാണി കദംബവനവാസിനി. ജയ മാതംഗതനയേ ജയ നീലോൽപലദ്യുതേ ജയ സംഗീതരസികേ ജയ ലീലാശുകപ്രിയേ. ജയ ജനനീ സുധാസമുദ്രാന്തരുദ്യന്മണിദ്യൂപസംരൂഢബിൽവാടവേ മധ്യകൽപദ്രുമാകൽപകാദംബകാന്താരവാസപ്രിയേ കൃതിവാസപ്രിയേ സാദരാരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോല നിപശ്രകാബധ ചൂളിസനാഥത്രികേ സനുമദ്പുത്രികേ ശേഖരീ ഭൂതശീതാംശുരേഖാമയൂഖാവലീബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി ശൃംഗാരിതേ ലോകസംഭാവിതേ കാമലീലാധനുസന്നിഭഭ്രുലതാ പുഷ്പസന്തോഹ സന്ദേഹകർലോചനേ വാക്സുധാസേചനേ. യജ്ഞത്തിൻ്റെ കാൽനാട്ട് കർമ്മത്തിനുള്ള ദ്രവ്യങ്ങളൊക്കെ ഇല്ലേ യജ്ഞം നടക്കുന്നത് അറിഞ്ഞു കാണുമല്ലോ അല്ലേ. 16-ാം തീയതി മുതൽ ചെങ്ങന്നൂർ എടനാട് അരത്തങ്കാവ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പിറകിൽ ഉണ്ണിയേടൻ്റെയും സുധാമയുടെയും വീട്ടിലാണ് ഈ പ്രാവശ്യം അല്ലേ. സാധാരണ ക്ഷേത്രങ്ങളിലാണ് ഈ പ്രാവശ്യം നമ്മൾ ആ പതിവ് വിട്ട് ഐശ്വര്യമായിട്ട് നാമജപം കൊണ്ട് മുഖരിതമായ ആ വേദിയിലാണ് ഇപ്രാവശ്യത്തെ യജ്ഞം നടക്കുന്നത്. ചെങ്ങന്നൂർ എന്ന് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് 10-60 രൂപയ്ക്ക് കൊടുത്താൽ മതിയായിരിക്കും, ഓട്ടോയ്ക്ക് കൊടുത്താൽ മതിയാവും എന്നാണ് വിശ്വാസം. എന്താണെങ്കിലും ഞാൻ മറ്റന്നാൾ രാവിലെ കാൽനാട്ട് കർമ്മമാണ്. കാൽനാട്ട് മാത്രമല്ല, ഭൂമി പൂജ, വാസ്തുപൂജ, കാൽനാട്ട് എല്ലാം കൂടെ ചേർത്തിട്ടാണ്. രാവിലെ ഏതാണ്ട് ഒരു 5 മണി കഴിയുമ്പം തന്നെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. ഏതാണ്ട് സൂര്യോദയം കൊണ്ട് കാൽനാട്ട് കർമ്മവും കഴിഞ്ഞ് മംഗളകരമായിട്ട് സർവ്വഭാഗ്യങ്ങളും ഭഗവതിന് ലൈവ് പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. പറ്റുവാണെങ്കിൽ ലൈവ് ഷെയർ ചെയ്യാം കേട്ടോ, ലൈവ് ടെലികാസ്റ്റ് ചെയ്യാം. ഒന്ന് നോക്കിക്കോണേ അല്ലേ. ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ ചോദ്യങ്ങളിലേക്ക് വരാം ഇല്ലേ. ഈ ഗൃഹനിർമ്മാണത്തിന് ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഭാരതീയ വാസ്തുവിദ്യ എന്ന് പറയുന്ന ഒരു വലിയൊരു കടലാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. നമുക്കൊക്കെ ഒരു തോന്നൽ കാണും ഇല്ലേ, വാസ്തുവിദ്യ എന്ന് പറയുന്ന വെറും 4 ദിക്കും 4 അതിരും പറയുന്നതാണ് എന്നൊക്കെ ഒരു തോന്നൽ കാണും. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ ചായ പാത്രം വൃത്തിയുണ്ടെങ്കിലല്ലേ അതിനകത്ത് നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള ചായ ഉണ്ടാക്കിയിട്ടും കാര്യമുള്ളൂ ഇല്ലേ. നമ്മൾ
അപ്പോൾ പാത്രം പ്രധാനമാണെന്നുള്ളത് പോലെ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് വീടിൻ്റെ ഭൂമി വളരെ പ്രധാനമാണ്. വീട് വയ്ക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന സമയത്തും ആ താമസിക്കുന്ന ഭൂമി അനുരൂപമായിരിക്കണം, ഐശ്വര്യവത്തായിരിക്കണം, ഗുണങ്ങളോട് കൂടിയതായിരിക്കണം, ഇല്ലേ? അതിന് മാത്രമല്ല, അതിന് പ്രകൃതിയുമായിട്ട് ഒരു വല്ലാത്തൊരു ബന്ധവുമുണ്ട്. ഈ നമ്മൾ താമസിക്കുന്ന ഭൂമിക്ക് പ്രകൃതിയുമായിട്ട് ചേർന്നിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ വാസ്തു നോക്കുക അല്ലെങ്കിൽ വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം, ഇപ്പം എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുക മണ്ണിൻ്റെ ഗുണം ഒന്ന് പരിശോധിക്കണം, ഇല്ലേ? മണ്ണിൻ്റെ ഗുണം പരിശോധിക്കാം. ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഇല്ലേ? ഇപ്പോൾ സോയിൽ കൺസർവേഷനിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണൊന്ന് ചെക്ക് ചെയ്യാം, വെള്ളത്തിൻ്റെ ക്വാളിറ്റി pH ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുക, വെള്ളത്തിൻ്റെ pH ബാലൻസ് നോക്കണം, മണ്ണിൻ്റെ ഗുണം നോക്കണം, എർത്തിൻ്റെ സ്ട്രക്ചർ നോക്കണം, എർത്തിൻ്റെ ഘടന, ഭൂമിയുടെ ഘടന നോക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായത്തിലാണ് നമ്മൾ. കാരണം ശാസ്ത്രമായിരിക്കുകയും, അതായത് പഠിച്ച പ്രമാണങ്ങളായിരിക്കുകയും, എന്നാൽ ആധുനിക സങ്കേതങ്ങളും സാങ്കേതിക വിദ്യകളും പരമാവധി ഉപയോഗിച്ച് കുറ്റമറ്റ രീതിയിൽ നമ്മളൊന്ന് നിർമ്മിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇപ്പം എൻ്റെ അടുത്ത് സജഷൻ ചോദിച്ചത് കൊണ്ട് പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കാറ്റിൻ്റെ ഗതി എങ്ങോട്ടാണ്, നീരൊഴുക്ക് എങ്ങോട്ടാണ്, ഇതൊക്കെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഒരു വസ്തുവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാറ്റിൻ്റെ ഗതി എങ്ങോട്ടാണ്. അപ്പോൾ അത് തീരുമാനിച്ചിട്ടാണ് നമ്മൾ വാതിലുകളും ജനലുകളും എങ്ങനെ വേണം, വീടിൻ്റെ ദർശനം എങ്ങനെ വേണം നമ്മൾ തീരുമാനിക്കുക. അതുപോലെ ജലത്തിൻ്റെ pH വാല്യൂ നമ്മൾ നോക്കും, ജലത്തിൻ്റെ ഘടന നോക്കും, ഇല്ലേ? അത് കുടിക്കാൻ താമസിക്കാനുള്ള വീടാണ്, ഇല്ലേ? ശുദ്ധജലം ഭക്ഷ്യയോഗ്യമാണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങളോ ബുദ്ധിമുട്ടോ കലർന്നിട്ടുണ്ടോ. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക മണ്ണിൻ്റെ ഘടന, സോയിലിൻ്റെ ഘടന ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ്മെൻറ്റ് എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ഏതൊരു സാധാരണക്കാർക്കും, അല്ലേ, നമ്മൾ അറിയുന്നത്. ഇത് തന്നെയാണ് യജ്ഞവേദിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ യജ്ഞവേദിയിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ യജ്ഞമണ്ഡപം നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ ശുദ്ധി, കാറ്റിൻ്റെ ഗതി, ജലത്തിൻ്റെ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ മംഗലപാഠം എന്ന് പറയുന്നതിനെ ഗ്രന്ഥത്തിനെ ആധാരമാക്കി മംഗലപാഠത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന സാധാരണ രീതിയിൽ നമുക്ക് കുറെ കൂടെ സാധാരണ ജനങ്ങൾക്ക് സൗകര്യമാണ്, ഇല്ലേ? എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പോലെ ഭൂമിയുടെ ഗുണദോഷങ്ങൾ പരിശോധിക്കുമ്പോൾ മണ്ണിൻ്റെ, വൃക്ഷങ്ങളുടെ, ചുറ്റുപാടുകളുടെ ഒക്കെ ലക്ഷണങ്ങൾ കൂടി നമ്മൾ നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ അഗ്നിയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ വെറും സാധാരണ നമ്മൾ തീ കൂട്ടിയെടുക്കുന്ന അഗ്നി മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല. അഗ്നിയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സെറ്റിങ്സ് ചിന്തിക്കും, 11 kV ലൈൻ പോണുണ്ടോ എന്ന് ചിന്തിക്കും, അതിൻ്റെ പ്രോക്സിമിറ്റി ശ്രദ്ധിക്കും, അതിൻ്റെ പ്രോക്സിമിറ്റിയുമായിട്ട് അതിനെ എന്താ പറയുക, അതിൽ നിന്ന് എങ്ങനെ അകന്ന് നമുക്ക് സ്വസ്ഥവും ശാന്തവും സമാധാനവുമായ ഒരു കൺസ്ട്രക്ഷൻ പോസിബിൾ ആണെന്ന് നമ്മൾ ചിന്തിക്കും. ഇതൊക്കെ നമ്മൾ വളരെ ലോജിക്കലി ചിന്തിക്കുന്നതാണ്. അപ്പം ലക്ഷണങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ അപ്പോൾ കാലാവസ്ഥ നോക്കണം, മറ്റ് ഒരുപാട് അനുബന്ധ ഘടകങ്ങൾ കൂടി നോക്കിയിട്ടാണ് നമ്മളൊരു വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. സാധാരണ രീതിയിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലോട്ട് മേടിക്കുന്ന സമയത്ത് 3 ആയിട്ടാണ് നമ്മൾ ഭൂമിയെ തിരിക്കുക. 1 ജാങ്കലം എന്ന് പറയുന്ന രൂപം, 2 അനൂപം, 3 സാധാരണം എന്നിങ്ങനെ 3 ദേശങ്ങളാണ്. ഇതിൽ ജാങ്കലം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ മാത്രം വെള്ളം കിട്ടുന്നതും വൃക്ഷങ്ങൾ വേണ്ടത്ര വളരാത്തതും രൂക്ഷമായ ചൂടുകാറ്റ് വീശുന്നതും കറുത്ത മണ്ണുള്ളതുമാണ് ജാങ്കലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുഴിക്കേണ്ടി വരും, വൃക്ഷങ്ങൾ ഉണ്ടാവില്ല, കറുത്ത മണ്ണ്, ഇതൊക്കെ നമ്മൾ ജാങ്കലം എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് വളരെ സാമാന്യ രീതിയിൽ പറയുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റിക്കുലസ് ആയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വീഡിയോയിലോ 5 സത്സംഗത്തിലോ പോലും പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ജാങ്കലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് അനുപം എന്ന് പറയുന്നത് ചില ഗ്രന്ഥങ്ങളിൽ അനുപമം എന്നും അനൂപം എന്നും ഒക്കെ കണ്ടിട്ടുണ്ട്, ഇല്ലേ? എന്താണെങ്കിലും അനൂപം എന്ന് പറയുന്നത് വളരെ താഴ്ന്നത്, ധാരാളം വെള്ളം കിട്ടുന്നത്, മത്സ്യങ്ങളുള്ളത്, വൃക്ഷങ്ങൾ ധാരാളമുള്ള പ്രദേശം, അതിശീതോഷ്ണമോ അത്യുഷ്ണമോ അല്ലാത്തത്, മുകളിൽ പറഞ്ഞ 2 ദേശത്തിൻ്റെയും ലക്ഷണങ്ങൾ കലർന്നു വരുന്നതിന് നമുക്ക് സാധാരണം. അപ്പോൾ നമ്മൾ ജാങ്കലത്തിൻ്റെയും അനൂപത്തിൻ്റെയും മിക്സ് ആൻഡ് മിക്സ്ചറാണ് നമ്മൾ സാധാരണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അത് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങളോട് പറയണം. നമ്മൾ ഗോമൂത്രമായിക്കോട്ടെ, ഗോമയമായിക്കോട്ടെ, ക്ഷീരമായിക്കോട്ടെ, തൈരായിക്കോട്ടെ, തേന്, നെയ്യ് തുടങ്ങിയവയുടെ ഗന്ധം ഭൂമിക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമി പരിശോധിക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് നമ്മൾ മണപ്പിച്ച് നോക്കും. മണപ്പിച്ച് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗന്ധം ഒന്ന് അറിയാൻ വേണ്ടി. എന്താണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗോമൂത്രത്തിൻ്റെ ഗന്ധം നല്ല ഭൂമിയാണെന്ന് നമ്മൾ പറയേണ്ടി വരും.
പിന്നെ ഗോമയം ഉണ്ടായിരുന്നാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ പശു ചവിട്ടിയ അത് നമ്മൾ ഈ എക്സ്പീരിയൻസ് കൊണ്ടേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ ഇല്ലേ. ഇപ്പോൾ ഈ പണ്ട് ഈ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഈ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആൽക്കലൈൻ കണ്ടന്റ് ആണോ കൂടുതൽ, ആൽക്കലി കണ്ടന്റ് ആണോ കൂടുതൽ എന്നൊക്കെ നമുക്ക് തിരിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ പശുവിൻ്റെ മൂത്രമാണെങ്കിലും ശരി, പശുവിൻ്റെ ചാണകമാണെങ്കിലും ശരി, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആൽക്കലി ഓർ ആൽക്കലൈൻ കണ്ടന്റുകൾ എന്ന് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. അപ്പോൾ പണ്ടാണെങ്കിൽ അന്ന് ലാബുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ എടുത്തൊന്ന് ഗന്ധം ഒന്ന് വസിച്ചു നോക്കിയാൽ ഒന്ന് എന്താ പറയുക മൂക്കിനടുത്തേക്ക് ചേർത്ത് നോക്കിയാൽ നമുക്ക് മണ്ണിൻ്റെ ഗന്ധം കൊണ്ട് ഭൂമിയുടെ സ്വഭാവം തിരിച്ചറിയാം. ഇപ്പോഴും അത് തന്നെയൊക്കെയാണ് സാധാരണ. അങ്ങനെ ആ ഒരു ഗട്ട് ഫീലും ലാബ് റിസൾട്ട്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരാറില്ല. ഒന്ന് ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് നമ്മളൊന്ന് മണപ്പിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആൽക്കലി കണ്ടന്റ് കൂടുതലാണ് അല്ലെങ്കിൽ ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലാണ്. pH വാല്യൂ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ പറയും ഒന്ന് കുമ്മായമായിട്ട് ഇളക്കാൻ പറയും, ചിലപ്പോൾ ഇല്ലെങ്കിൽ ശരിക്കും അതിനെ ബാലൻസ് ചെയ്യുന്ന അല്ലേ നൈട്രോസൈഡുകൾ എന്നൊക്കെ പറയുന്ന കുറേ കാറ്റഗറി ഉണ്ടല്ലോ, അതൊക്കെ ഉള്ള മുളകൾ ഇടാൻ പറയും. രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ് നടക്കുന്നത് ഇല്ലേ. അപ്പോൾ അങ്ങനെ ഗോമയം, ക്ഷീരത്തിൻ്റെ പാലിൻ്റെ മണം ഉണ്ടാകുന്ന ഭൂമി, അതുപോലെ തേനിൻ്റെ മണമുള്ള ഭൂമി, നെയ്യുടെ മണമുള്ള ഭൂമി, അതുപോലെ ഗജമതം തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഭൂമിക്ക് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ നമ്മൾ സാധാരണ രീതിയിൽ വീട് വയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു നോക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരു കോലളവിൽ കുഴി ഉണ്ടാക്കും. ഒരു കോലളവിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് പല പല എക്സ്പെരിമെൻറ്റുകളിൽ നിന്നാണ് ഞാൻ ഈ ഒന്ന് രണ്ടെണ്ണം നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറയാം. കാരണം എല്ലാവർക്കും എല്ലാ സമയത്തും വലിയ വാസ്തു കൺസൾട്ടൻറ്റിന് കൊണ്ടുവന്ന് പൈസയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് അത്രയൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു റെമഡി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു കോലളവിൽ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഒരു 100 അടി ദൂരം നടക്കും. പാദം വെച്ച് 100 അടി, ഒരടി. ഒരു ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരടി, 2 അടിയുടെ ടൈലും ഉണ്ട്. ഞാൻ ഈ വളരെ സാമാന്യ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സാധാരണ വീടുകളിൽ ഒരടി ടൈല് കൂടുതലാണ് അല്ലേ. ഒരു ടൈൽസ് ഒരടി നീളം, ഒരടി വീതി. അപ്പം നമ്മൾ ഒരു 100 അടി എണ്ണി പദം പറഞ്ഞ് 100 അടി നമ്മൾ വച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വരുമ്പോൾ ദൂരം നടന്ന് മടങ്ങി വരുമ്പോൾ, അപ്പോൾ മടങ്ങി കൂടെ വരുമ്പോഴേക്കും ഏതാണ്ട് 200 അടിയായി. 100 അടി അങ്ങോട്ട്, 100 അടി 200 അടി കഴിഞ്ഞ് നമ്മൾ മടങ്ങി വരുമ്പോൾ വെള്ളം വറ്റാതെ നിന്നാൽ ആ ഭൂമി ഉത്തമമാണെന്ന് നമ്മൾ പറയുന്നു. വെള്ളം വറ്റാതെ നിന്നാൽ ഉത്തമമാണെന്ന്. കാൽഭാഗം വറ്റിയാൽ മധ്യമം. അപ്പോൾ പിന്നെ വെള്ളം വറ്റിക്കഴിയുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര വറ്റി. അപ്പോൾ കാൽഭാഗം വറ്റിയാൽ അതിനെ മധ്യമമെന്നും പകുതി ഭാഗം വറ്റിയാൽ അധമമെന്നും പറയും. അപ്പോൾ ഈ അധമം എന്ന് പറയുന്ന ഭൂമി പ്ലോട്ട് നമ്മൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അധമം എന്ന് പറയുന്ന ഭൂമി നമ്മൾ ഒരുപാട് തവണ ചിന്തിക്കും ഇല്ലേ. അതേ ഉള്ളൂ, അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. പിന്നെ അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് നല്ലവണ്ണം തെള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിപ്പിലൊക്കെ അരിക്കുക എന്ന് പറയില്ലേ, നമ്മളതിനെ ധൂളി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ കല്ലും കട്ടയൊക്കെ നീക്കി ധൂളി എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, അത് മുകളിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കും. മുകളിലേക്ക് ഇറങ്ങി നോക്കും. ഇതൊക്കെ വളരെ കൺവെൻഷനലായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇല്ലേ. ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് അത് ആ ധൂളി മുകളിലേക്കാണ് പറക്കുന്നതെങ്കിൽ ആ ധൂളി മുകളിലേക്ക് പറന്നു കഴിഞ്ഞാൽ അത് ഉത്തമമാണെന്നും, ചില പൊടി നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് മുകളിലും പോകില്ല താഴെയും പോകില്ല. എറിയുന്നിടത്ത് നമ്മളിങ്ങനെ ഒരു പിടി മഞ്ഞപ്പിടി വാരി നമ്മളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നൂടെ അതങ്ങനെ നിൽക്കും, ചിലത് അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ അതുപോലെ തെള്ളിയെടുത്ത മണ്ണ് പൊടി ഒന്ന് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് മധ്യമമാണെന്നും, അത് കീഴ്പോട്ട് വീഴുകയാണെങ്കിൽ അധമമെന്നും പറയും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും കട്ടയും നിറഞ്ഞ മണ്ണെടുത്ത് മുകളിലോട്ട് എറിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് കല്ലും കട്ടയുള്ള മണ്ണാണെങ്കിൽ താഴോട്ട് വരും. അത് അധമമെന്ന് അർത്ഥമില്ല. അപ്പം അധമമെന്ന് നമുക്ക് പറയണമെങ്കിൽ നല്ലവണ്ണം തെള്ളിയെടുത്തിട്ട്, സാധാരണ നമ്മൾ ഈ പുട്ടിൻ്റെയൊക്കെ മാവരിക്കുന്ന അരിപ്പുണ്ടല്ലോ, ആ അരിപ്പിൽ ഒന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം ഇത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ. അതിപ്പോൾ ചോദിക്കാൻ കാരണം അതിനെക്കുറിച്ച് ഒരുപാട് ഇതൊന്ന് പറയാമോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളത് വിശദമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഒരു കോല് നമ്മൾ കുഴിച്ചിട്ട് കുഴിയിൽ നിന്ന് നമ്മൾ മണ്ണ് മുഴുവൻ എടുക്കും. അപ്പോൾ ഒരു കോലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു കോലായിരിക്കണം ഇല്ലേ, കണക്ക് തെറ്റരുത്. ഒരു കോല് കുഴിച്ചിട്ട് കുഴിയിൽ നിന്ന് നമ്മൾ മണ്ണെടുത്ത് കഴിഞ്ഞിട്ട് അതേ മണ്ണ് കൊണ്ട് നമ്മൾ തിരിച്ച് കുഴി അടയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ
മണ്ണ് ശേഷിക്കുമെങ്കിൽ, അപ്പോൾ കുഴി അടഞ്ഞതിന് ശേഷം മണ്ണ് മിച്ചം വരുമെങ്കിൽ അത് നല്ല ഭൂമിയെന്നും, എടുത്ത മണ്ണ് ശരിക്ക് ആ കുഴി അടയ്ക്കാനേ തികയുന്നുള്ളൂവെങ്കിൽ നമ്മൾ സമമെന്നും, മണ്ണ് കുറവാണെങ്കിൽ മണ്ണ് ഭൂമി നല്ലതല്ലെന്നും നമ്മൾ സാധാരണ രീതിയിൽ പറയും. കാരണം നമ്മൾ എടുത്ത മണ്ണ് തിരിച്ച് നിറയ്ക്കാനെങ്കിലും തികഞ്ഞാൽ ആ ഭൂമി നമുക്ക് ഓക്കെ, ഡൺ, ഗുഡ് എന്ന് നമുക്ക് പറയാം, ഇല്ലേ? ഈ അടയ്ക്കാനും കൂടി തികഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിനെ അത്ര ഒരു പോസിറ്റീവായിട്ട് നമ്മളത് പറയാറില്ല. അതാണ് അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എള്ള്, അതുപോലെ നമ്മൾ ഭൂമിയുടെ ഒരു ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എള്ള്, അതുപോലുള്ള കടുക് മുതലായ ധാന്യത്തിൻ്റെ വിത്തുണ്ടല്ലോ, എള്ള്, കടുക് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഭൂമിയിൽ നമ്മൾ വിതച്ചാൽ 3 ദിവസം കൊണ്ട് മുളയുണ്ടായാൽ 3 ദിവസം കൊണ്ട് ആ വിതച്ച എള്ളിൽ നിന്ന് ഒരു മുളയെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭൂമി നല്ലതാണെന്ന് പറയും. എള്ളാണെങ്കിലും ശരി, കടുകാണെങ്കിലും ശരി. ഇല്ല 5 ദിവസം കൊണ്ടാണെങ്കിൽ മധ്യമം, 7 ദിവസം കൊണ്ട് മുളച്ചാൽ അധമം. അതിനും താഴെയുള്ള ഭൂമിയാണെങ്കിൽ നമ്മൾ 2 തവണ ആലോചിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങിച്ച പ്ലോട്ട് നമുക്ക് വിൽക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ പിന്നെ അതിന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ റെമഡിയാണ്. എന്താണ് അതിൻ്റെ വാട്ട് കുഡ് ബി ദി റെമഡി ഫോർ ഡൂയിങ് ഇറ്റ് എന്നുള്ളതാണ്, അല്ലേ? അതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയും നമ്മൾ ഇതൊക്കെ യജ്ഞവേദിയിൽ ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നിട്ടാണ് യജ്ഞവേദിയിൽ നമ്മൾ സ്ഥാനം തീരുമാനിക്കുന്നത്, എവിടെയാണ് ഭഗവതിക്ക്. അല്ലാതെ നമ്മൾ ഈ കാണുന്നത് പോലെ ദേവി ഭാഗവത നവാഹയജ്ഞങ്ങളോ സപ്താഹയജ്ഞങ്ങളോ കളിക്കാനോ ചുമ്മാ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയാനോ ഉള്ള സ്ഥലങ്ങളല്ലായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ പവിത്രതയുണ്ട്. അതുപോലെ തന്നെ കോണിൻ്റെ ആകൃതിയിൽ ഒരു കുഴിയെടുത്തിട്ട് ഒരു കലം പച്ച നെല്ല് വയ്ക്കുക എന്ന് പറയും. ഒരു കലം പച്ച നെല്ല്, ഒരു കലം, ഒരൊറ്റ മിനിറ്റ്, അത്യാവശ്യമുള്ളൊരു കോളാണേ. ഹരിയോ, ആ ആ ആ ഓ ആ ആ ഞാൻ കഴിയുമ്പോൾ വിളിക്കാം. ഓ വിളിക്കാം. ഇപ്പോൾ കൊണ്ടുവരുമോ? ഞാൻ പോയിട്ട് വിളിക്കാം. ശരി. അപ്പോൾ ഭൂമിയിൽ അത് വളരെ അത്യാവശ്യമുള്ളൊരു കോളായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തില്ലെങ്കിൽ പിന്നെ ആ കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ കോൾ എടുത്തത് ബുദ്ധിമുട്ട് തോന്നരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കോണാകൃതിയിൽ നമ്മൾ ഒന്ന് കുഴിച്ചിട്ട് ആ കുഴിയിൽ ഒരു കലം പച്ച നെല്ല് നമ്മൾ നിറച്ചു വയ്ക്കും. പച്ച നെല്ല് നമ്മൾ നിറച്ചു വെച്ചിട്ട് അതിന് മീതെ ഒരു വിളക്ക് വെച്ച് നമ്മൾ നോക്കും. അതിൻ്റെ മീതെ ഒരു വിളക്ക് വെച്ച് നോക്കിയിട്ട് വിളക്ക് വെച്ച് നോക്കിയിട്ട് സാധാരണ 5 തിരിയിട്ടാണ് കത്തിക്കുക. ഈ വിളക്കിന് നമ്മൾ ഈ കലം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിളക്ക് വെച്ച് നമ്മൾ ചെയ്യുന്നതിന് 4 തിരിയിട്ടാണ് നമ്മൾ വയ്ക്കുക. 4 തിരിയിട്ട് വെച്ചിട്ട് നമ്മൾ ഭൂമിയുടെ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു മുഹൂർത്ത നേരം നമ്മൾ മാറി നിൽക്കും. നമ്മൾ 48 മിനിറ്റ് നമ്മൾ മാറി നിന്നിട്ട് നോക്കും ഏത് ഭാഗത്തുള്ള വിളക്കിൻ്റെ തിരിയിലാണ്. കാരണം കാറ്റിൻ്റെ ദിശ അനുസരിച്ച് വിളക്കിൻ്റെ തിരി കെടുകയും കെടാതിരിക്കുകയും ചെയ്യും, ഇല്ലേ? എത്ര എണ്ണ ഒഴിച്ചു കഴിഞ്ഞാലും. അപ്പോൾ ഏത് ദിക്കിലെ തിരിയാണ് കെടുന്നത് എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഭൂമിയുടെ ലക്ഷണം പറയുന്ന ഒരു സമ്പ്രദായവും നമ്മുടെ ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭൂമിയിൽ ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് തുമ്പപ്പൂവ് വിതറിയിട്ട് ആ പൂവ് ഒഴുകി വരുന്ന രീതി എങ്ങോട്ടാണ്? പ്രദക്ഷിണമായിട്ടാണോ അപ്രദക്ഷിണമായിട്ടാണോ? കാരണം ഒരു വെള്ളത്തിന് ചുഴിയുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ചുഴിയുണ്ടെങ്കിൽ ആ ഭൂമിയിൽ ആ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് ഓരോരോ സ്ഥലത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പല തരത്തിലാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് അപ്രദക്ഷിണമായിട്ട് സഞ്ചരിക്കുകയോ കോണുകളിൽ നിൽക്കുകയോ ചെയ്താൽ നമ്മൾ ആ പൂവിൻ്റെ ഒഴുക്ക് അപ്രദക്ഷിണമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒഴുകി വരേണ്ട പ്രദക്ഷിണമായിട്ട് ഒഴുകേണ്ടി വരുന്ന തുമ്പപ്പൂ പോലുള്ള പൂവുകൾ, ഇല്ലേ? അപ്പോൾ അത് അപ്രദക്ഷിണമായിട്ട് നിൽക്കുകയോ അത് കോണ് തിരിഞ്ഞ് നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ശുഭമല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും.
അപ്പോൾ ആ ഭൂമിയുടെ കിടപ്പ് അങ്ങനെയാണ്. അങ്ങനെ ഇതെല്ലാ പരീക്ഷണങ്ങളും നടത്തി വേണം ഉത്തമ ഭൂമിയെ നമ്മൾ തിരഞ്ഞെടുക്കാമെന്ന് നമ്മുടെ പഴയ ആചാര്യന്മാർ, പണ്ടത്തെ ആചാര്യന്മാർ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ എങ്ങനെ പോസിബിൾ ആവും? ഫ്ലാറ്റ് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാരണം ഈ ഫ്ലാറ്റ് മേടിക്കുന്ന സമയത്ത് ഫ്ലാറ്റിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ട് ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നവർ അല്ലെങ്കിൽ കമ്പനിക്കാർ ഇതൊക്കെ വളരെ നോക്കിയിട്ടായിരിക്കും ആ ഭൂമി തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അല്ലാത്ത ഭൂമി അവർ അതിന് യോഗ്യമായ പ്രതിവിധികൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും. പണ്ടത്തെ പോലെ അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതൊക്കെ വളരെ കുറെ കൂടെ സയന്റിഫിക് ആയിട്ട് അവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടെൻഷൻ തോന്നില്ല. എന്നിട്ട് ഈ പലപ്പോഴും നമുക്ക് തോന്നും ഈ അമ്പലങ്ങളുടെ അടുത്ത് വീടുള്ളവരെ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നും. സാധാരണ വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്തും പിൻഭാഗത്തും ഗൃഹം നിർമ്മിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് നമ്മൾ പറയുക. വിഷ്ണു ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്തും നമ്മൾ വീട് വയ്ക്കുന്നത് നല്ലതല്ല. അപ്പോൾ അതുപോലെ തന്നെ കാളിയുടെ ക്ഷേത്രത്തിൽ നമ്മൾ ശിവക്ഷേത്രത്തിന്റെ വലതുവശത്ത് മുൻഭാഗത്തും ഗ്രഹം ഉണ്ടാവാതിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഗ്രഹം ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. ഗ്രഹം ഉണ്ടാവാതിരിക്കുന്നത് നല്ലതാണ്. മറ്റ് ദേവന്മാരുടെ വലതുവശത്തും മുൻവശത്തും വാസയോഗ്യമല്ല. അതുപോലെ തന്നെ ആശ്രമം, മഠം, കാട്, സമുദ്രം, ക്ഷേത്രം, വയൽ, പർവ്വതദ്വയ മധ്യം, നദി എന്നിവയ്ക്ക് സമീപവും ഗൃഹം. ഇപ്പൊ ആശ്രമങ്ങൾക്ക് സമീപം, കാടിന് സമീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ നമ്മളത് അത്ര കണ്ട് പ്രൊമോട്ട് ചെയ്യാത്തത് ജന്തുക്കള്, ഉരകങ്ങൾ തുടങ്ങിയിട്ടുള്ളവയുടെ ശല്യമൊക്കെയാണ് ആശ്രമങ്ങളുടെ അടുത്ത്. കാരണം ആശ്രമങ്ങളുടെ ശുദ്ധാശുദ്ധങ്ങളുണ്ട്. ആശ്രമത്തിന്റെ മണിയടി, ശംഖധ്വനി, നാമജപം തുടങ്ങിയവ ഒരു ഗൃഹസ്ഥാശ്രമത്തിന്റെ ധർമ്മത്തിനോട് ചിലപ്പോൾ ചേർന്ന് വന്നു എന്ന് വരില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാത്രിയും പകലും പൂജയും നാമജപമൊക്കെ കാണും. അതൊക്കെ കൂടി കൊണ്ടാണ് ആശ്രമങ്ങളോട് ചേർന്ന്. അതുപോലെ കടലിനോട് ചേർന്ന് നമ്മൾ വെക്കരുതെന്ന് പറയുന്നത് കടൽക്ഷോഭം എല്ലാ കാലത്തും കടൽക്ഷോഭം വലിയൊരു ഇതാണ്. നമ്മൾ അതിനെ പുരാണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വരുണദേവന്റെ ശാപം എന്ന് പറയും. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്ഷോഭം എന്ന് പറയും. അതുപോലെ തന്നെ വയലിൻ്റെയും വയലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലെന്ന് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശമാണ് പലപ്പോഴും, ഇല്ലേ? മാത്രമല്ല വയൽ നികത്തുക, അതിപ്പോഴത്തെ ഗവൺമെന്റിന്റെ ടേംസ് ഞാൻ പറയുന്നതാണ്. പണ്ട് നമ്മൾ വയലിന്റെ അടുത്ത് വെക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം തരുന്ന ഭൂമിയാണ്. ഈ അന്നം തരുന്ന ഭൂമിയിൽ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നത് പോലെയാണ് ഈ വയല് നികത്തി നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത്. പർവ്വതദ്വയങ്ങളുടെ ഇടയിൽ, രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇമ്പോസിബിൾ ആയതുകൊണ്ടാണ്. ഇതൊക്കെ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, കൺസ്ട്രക്ഷൻ ഇമ്പോസിബിൾ ആയതുകൊണ്ടാണ്. നദിയുടെ സമീപം, വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുള്ള മഹാമാരികൾ ഏത് സമയത്തും വരാം. അതുകൊണ്ടാണ് ഈ നദിയുടെ സമീപത്തും നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ ഇനി ഉത്തമമായ ഭൂമി, നെയ്യുടെ മണം, മധുരരസം, സമചതുരം, വെളുപ്പ് നിറം, വെളുത്ത ദർഭയുടെ ഇവയെല്ലാം ബ്രഹ്മഭൂമിയുടെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയും. അതേസമയം രക്തഗന്ധം, ചവർപ്പുരസം, വീതിയുടെ 8-1 ദൈർഘ്യം, വീതിയുടെ 8-1 നീളം കാണും, ഇല്ലേ? വീതി കൂടുതലും നീളം കുറവായിരിക്കുന്നിടം, ദർഭ തുടങ്ങിയവയൊക്കെ വളരുന്ന ഭൂമിയെ നമുക്ക് സാധാരണ രീതിയിൽ ഒരു മീഡിയം ക്ഷത്രിയ ഭൂമി എന്ന് നമ്മൾ പറയും. അന്നത്തിന്റെ ഗന്ധം, കയ്പുരസം, വീതിയുടെ 6-1 ദൈർഘ്യം, പീതവർണം, കറുക എന്നിവ വൈശ്യഭൂമിയുടെ ലക്ഷണം. മദ്യഗന്ധം, കടുക് രസം, വീതിയുടെ 4-1 ദൈർഘ്യം, കറുപ്പ് നിറം എന്നിവ ശൂദ്രഭൂമിയുടെ ലക്ഷണം. എന്നിങ്ങനെ നമ്മൾ പല അങ്ങനെ സമ്പ്രദായത്തിലും. ഇനി ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ഭൂമി അത് എങ്ങനെയുള്ള ഭൂമിയാണെന്ന്, അതായത് തെക്ക് ഭാഗം ഉയർന്ന് വടക്ക് ഭാഗം താഴുന്ന ഇത്തിമരം പോലുള്ള മരങ്ങളുള്ള ഭൂമി, ഈ സാത്വികമായ ഈശ്വരാരാധന ചെയ്യുന്നവർക്ക്, ഈ തപം, ജപം, ധ്യാനം എന്നിവ കൂടുതൽ ചെയ്യുന്നവർക്ക് നല്ലതാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. അതുപോലെ പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് കിഴക്ക് ഭാഗം താഴ്ന്ന് അരയാലുള്ള ഭൂമി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കായിക അധ്വാനം വേണ്ടുന്ന ഇപ്പോൾ മിലിറ്ററി ഫോഴ്സ്, ആംഡ് ഫോഴ്സ്, ഡിഫൻസ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഭാഷയിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ഭൂമി ഉത്തമമായിട്ട് ആചാര്യന്മാർ പറയുന്നു. അതിനെ നമ്മൾ ക്ഷത്രിയ ഭൂമി എന്ന് പറയും. ഇനി കിഴക്കുയർന്ന് പടിഞ്ഞാറ് താഴ്ന്ന് വടവൃക്ഷങ്ങളുള്ള ഭൂമി ഈ ബിസിനസ് നടത്തുന്ന, വാണിജ്യ വൃത്തി നടത്തുന്നവർക്ക് നല്ലതാണെന്ന് പറയും. അതുപോലെ തന്നെ വടക്കുയർന്ന് തെക്ക് താഴ്ന്ന ഭൂമി, വടക്ക് ഭാഗം ഉയർന്നിട്ട് തെക്ക് ഭാഗം താഴ്ന്ന ഭൂമി, വടക്കു ഭാഗം ഉയർന്ന് തെക്ക് ഭാഗം താഴ്ന്ന ഭൂമി,
വേണ്ടപ്പെട്ട ശുഭവൃക്ഷങ്ങളൊക്കെ നട്ടു വളർത്തിയാൽ ദോഷമില്ലാത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇല്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഭൂമി ഇതിനൊക്കെ ഉത്തമമെന്ന് വേണം പറയാൻ. മറ്റ് ദോഷങ്ങളൊന്നും പറയാനില്ലാത്ത ഭൂമി ഇതിനൊക്കെ ഉത്തമമെന്ന് വേണം നമ്മൾ പറയാൻ. അങ്ങനെ ഇനി ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് ഓരോ ഭൂമിക്കും ഓരോരോ ഇതുണ്ട്. ഇപ്പോൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ കണക്കിലെടുത്തിട്ടാണ് നമ്മളിത് തീരുമാനിക്കുക. ഭൂമിയുടെ ഭാഗങ്ങൾ ഉയർന്നതോ താഴ്ന്നതോ എന്ന് നമ്മൾ പറയുന്നത്. അത് പറഞ്ഞു വയ്ക്കുന്നത് ആ ഗ്രന്ഥത്തിൻ്റെ പേര് വിശ്വകർമ്മീയമാണെന്നാണ് തോന്നുന്നു. വിശ്വകർമ്മീയത്തിനകത്ത് വിശ്വകർമ്മീയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് ആ ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് വിഘ്നേശ്വരനെ വന്ദിച്ച് വിശ്വകർമ്മീയ ലക്ഷണം മണിപ്രവാളം മാക്കിയൻ പഠിപ്പാൻ മന്ദചേതസാം കിഴക്കു മുതലായി 4 വിദിക്കിൽ നീരൊഴുകുന്നവ ഗോവീധി. ആ ഭാഗം ഞാനൊന്ന് വായിച്ചു പറഞ്ഞുതരാം, ഇല്ലേ? വിഘ്നേശ്വരനെ വന്ദിച്ച് വിശ്വകർമ്മീയ ലക്ഷണം മണിപ്രവാളമാക്കിയൻ പഠിപ്പാൻ മന്ദചേതസാം കിഴക്കു മുതലായി 4 ദിക്കിൽ നീരൊഴുകുന്നവ ഗോവീധി യമവീധി ചവാരുണീ ഗജവീധിയും ആഗ്നേയം മുതലായി 4 കോണിൽ നീരൊഴുകുന്നവ വൈശ്വാനരി രാക്ഷസിയും നാഗിയും ധന്യവീതിയും ഇന്ദ്രോഗ്നന്തരം മുതലായ വൈദാഗ്യമഖ്യം ശ്മശാനം രോഗവർദ്ധനം അസുരസ്യ ഫലം പുണ്യം ദീർഘായുർവകങ്ങളാം എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് വളരെ വിസ്തരിച്ച് അങ്ങോട്ട് പോകും. വളരെ പെട്ടെന്ന് ഈ 4 വീഥികളെ കൂടി പറഞ്ഞു. ഇത് എത്ര പറഞ്ഞാലും തീരാത്തത്ര ഏതാണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ ഏതാണ്ട് 28ഓളം വീഥികളെ കുറിച്ച് പറയണം. അതിൽ ആദ്യത്തെ ഒരു 4 വീഥികളെ കുറിച്ച് പറഞ്ഞ്, ഇല്ലേ? പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് സന്തതി പരമ്പരകൾക്ക് ഗുണത്തെ ചെയ്യുന്ന ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് കിഴക്കു ഭാഗത്തേക്ക് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന ഭൂമി, അതിനെ നമ്മൾ ഗോവീഥി എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇനി അപ്പൊ പടിഞ്ഞാറ് ഭാഗം ഉയർന്നു നിൽക്കുന്നത്, ഇനി കിഴക്ക് ഭാഗം ഉയർന്നു നിൽക്കും, പടിഞ്ഞാറ് ഭാഗം താഴ്ന്നു നിൽക്കും. അങ്ങനെ ഇരിക്കുന്ന ഭൂമി ജലവീഥി എന്ന് പറയും. അവിടെ സന്തതി പരമ്പരകൾക്ക് അല്ലലും അലച്ചിലും ഒക്കെയാണ് ഫലം. അപ്പൊ അങ്ങനെയുള്ളിടത്ത് താമസിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അങ്ങനെയുള്ളിടത്ത് താമസിക്കുമ്പോൾ നമ്മൾ അതിനെ ജലവീഥി എന്നാണ് പറയുക. അപ്പൊ ജലവീഥിയിൽ താമസിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നുമല്ല, നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. വേപ്പുമരം പോലുള്ള വേപ്പ്, തുളസി തുടങ്ങിയിട്ടുള്ള എന്താ പറയണത് ആയുർവേദിക് ഹെർബുകൾ ആ പറമ്പിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ജനറിക് ആയിട്ട് നമ്മൾ പറയും. അങ്ങനെയാണ് ജലവീഥി എന്ന് പറയുന്നത്. അപ്പൊ ഇനി യമവീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കു ഭാഗം ഉയർന്ന് തെക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞു നിൽക്കും. അപ്പൊ യമവീഥി എന്ന് പറയും. തെക്ക് ഭാഗം ചരിഞ്ഞു നിന്നാൽ യമവീഥി. ഇനി തെക്ക് ഭാഗം ഉയർന്ന് വടക്കു ഭാഗത്തേക്ക് ചരിഞ്ഞു നിന്നാൽ ഗജവീഥി എന്ന് പറയും. ഇത് ആരോഗ്യം പ്രദാനം ചെയ്യും. ഈ യമവീഥിയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്ക് ഭാഗം ഉയർന്നു നിൽക്കും, തെക്ക് താഴ്ന്നു നിൽക്കും. അങ്ങനെയുള്ള ഭൂമിയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്നാണ്. അവിടെ താമസിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഒരു ബ്രേക്കേജ് വരും. അപ്പോൾ അതിനൊക്കെ റെമഡികളുണ്ട്. ഇതിനെല്ലാം റെമഡിയുണ്ട്. നമുക്കിപ്പോൾ 5 സെന്റ് ഭൂമി വാങ്ങിച്ചു വയ്ക്കുന്നിടത്ത് പണ്ടത്തെ ചിട്ടകളെല്ലാം നോക്കി നമുക്ക് ഭൂമി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വളരെ സെൻസിബിളായിട്ട് നമുക്ക് ഇതാണ് അതിൻ്റെ ഭൂമിയുടെ കിടപ്പ് എന്ന് അറിഞ്ഞാൽ അതിന് വേണ്ടുന്ന റെമഡികൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലേ? ഇപ്പോൾ ആരോഗ്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ സന്തതി പരമ്പരകൾക്ക് അത്ര ഗുണകരമല്ല. ശരി, ഭാഗ്യസൂക്തം, ആയുർസൂക്തം തുടങ്ങിയ മാസത്തിൽ പക്കനാൾ വരുമ്പോൾ ഒരു അർച്ചന തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നടത്താം. പകരം ശരിക്കും ഓക്സിജൻ കിട്ടാനായിട്ട്, ഇല്ലേ, വൃക്ഷങ്ങൾ വയ്ക്കാം. ചുറ്റും വീടിൻ്റെ ചുറ്റും ചെറിയ ഷബ്ബുകൾ അല്ലെങ്കിൽ ചെറിയ വൃക്ഷങ്ങൾ വയ്ക്കാം, പരിഹാരങ്ങൾ വയ്ക്കാം. ഇപ്പോൾ യമവീഥി എന്ന് പറഞ്ഞാൽ വടക്ക് ഉയർന്ന തെക്ക് ഭാഗം താന്നു നിൽക്കുന്നതാണ്. യമവീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ അതിനെ ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഗജവീഥി തെക്ക് ഭാഗം ഉയർന്ന് വടക്ക് ഭാഗം ചരിഞ്ഞു നിൽക്കുന്നത് അത് നല്ല സമ്പ്രദായകമാണ്, ആരോഗ്യപ്രദായകമെന്നാണ് നമ്മൾ ഗജവീഥി പറയുന്നത്, ഇല്ലേ? അതിനകത്ത് ഗജവീഥിയും ഗോവീഥിയും പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നതും തെക്ക് ഭാഗം ഉയർന്നു നിൽക്കുന്നതും പൊതുവെ ജനറിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, ഇല്ലേ? അത്രയും വളരെ കോമൺ ആയിട്ട് പറയാം. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗം ഉയർന്നത്
തെക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നത്, ഇതിനെ ബുധവീതി എന്നാണ് പറയുക. വടക്ക് കിഴക്ക് ഭാഗം ഈശാനകോണം ഉയർന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നും നിൽക്കും. തെക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നും നിൽക്കും. പക്ഷേ അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഡിലമയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മളൊന്ന് കണക്ക് വെച്ചാൽ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് പോകാം. ഇനി തെക്ക് കിഴക്ക് ഭാഗം ഉയർന്നും വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നും, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാഗവിധി എന്ന് പറയും. ഇഷ്ടം പോലെ വസ്തു വാങ്ങിച്ചു കൂട്ടും. ഇങ്ങനെ വസ്തു ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ധാരാളം ഭൂമി, ധനം എന്നിവയൊക്കെ വന്നുകൊണ്ടേയിരിക്കും. തെക്ക് കിഴക്ക് ഭാഗം ഉയർന്നും വടക്ക് കിഴക്ക് താഴ്ന്നു വരുന്നു കഴിഞ്ഞാൽ, വടക്ക് പടിഞ്ഞാറ് താഴ്ന്നു വരുന്നു കഴിഞ്ഞാൽ, മറ്റേത് ബുധവീതി വടക്ക് കിഴക്ക് ഭാഗം ഉയർന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നു ഇരിക്കും. ഇനി വൈഷ്ണവ വിധി എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് ഇരിക്കും, തെക്ക് കിഴക്ക് ഭാഗം താഴ്ന്നിരിക്കും. അവിടെ വീട് വയ്ക്കുന്നത് രണ്ടു തവണ ആലോചിച്ചിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഒരു പ്ലസന്റ് അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വയ്ക്കുന്ന വീടുകൾ പലപ്പോഴും ഒരു അനുഭവത്തിൽ അത് ഒരുപാട് കാലം കയ്യിൽ നിന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ധനവീതി, പിതാമഹവീതി, സുപ്തഹവീതി, പുണ്യവീതി, ആപദ്വീതി, രോഗകാരവീതി, അങ്ങനെ ശ്വാനകവീതി, സ്വമുഖവീതി, ശാന്തുൾ വീഥി എന്ന് പറഞ്ഞ് വീഥികൾ ഒരുപാടുണ്ട് ഇല്ലേ. അപ്പോൾ അത് വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കഴിയുന്നതും ഇന്ന് പരമാവധി ഇന്നത്തെ നമുക്ക് നമ്മുടെ സത്സംഗത്തിൽ ഒരു സമയക്രമം കൂടി നമുക്ക് പാലിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാൽനാട്ട് കർമ്മമാണ്. അതിൻ്റെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിഭൂതി സ്തംഭം അല്ലെങ്കിൽ വിഭൂതി ദണ്ഡെന്ന് പറയുന്ന ഒരു ദണ്ഡ് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭൂമി പൂജയൊക്കെ ചെയ്ത് ഒരു യജ്ഞവേദികൾ കാൽനാട്ട് കർമ്മത്തിന് വേറെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ മംഗളകരമായ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ മംഗളകരമായ, ക്ഷേത്രത്തിൽ കൊടി ഉയർത്തുന്ന പോലെ, കൊടി ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണെന്ന് പറയുന്നത് പോലെ വീടുകളോ ഷടാധാര പ്രതിഷ്ഠ ഇല്ലാത്തയോ ക്ഷേത്രത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു ധർമ്മമാണ് കാൽനാട്ട് എന്ന് പറയുന്ന കർമ്മം. കാൽനാട്ട് എന്ന് പറയുന്ന കർമ്മത്തിൽ നമ്മൾ ഭൂമി പൂജ, നമ്മൾ ആദ്യം ഭൂമി ദേവിയെ പൂജിച്ച് ഭൂമി പൂജ അതിന് യോഗ്യമാക്കി തരണം. നക്ഷത്രത്തെയും തിഥിയെയും പൂജിച്ച് വസുധാദേവിയെ മൂലമന്ത്രം കൊണ്ട് പൂജിച്ച് ഷോഡശോപചാരങ്ങളോടുകൂടി ആരാധിച്ച് നമ്മൾ ആ സ്തംഭത്തെ, ആ ദണ്ഡ്, വരിക്കപ്ലാവിൻ്റെ തടിയിലുണ്ടാക്കിയ ആ ദണ്ഡ് അല്ലെങ്കിൽ ദേവവൃക്ഷങ്ങളുടെ തടിയിലുണ്ടാക്കിയ ദണ്ഡ് നമ്മൾ ഈശ്വര സങ്കല്പമാണെന്ന് പറഞ്ഞ് 6 ആധാരങ്ങളെ സങ്കല്പിച്ച് 6 വളയങ്ങളുണ്ടാക്കി, 6 പറകൾ, കൊടിമരത്തിൻ്റെ പറകളെ പോലെ 6 പറകളുണ്ടാക്കി ഭൂമിയിലോട്ട് ഇറക്കി വെച്ച് നമ്മൾ യജ്ഞത്തിൻ്റെ സമാരംഭം കുറിക്കുന്ന പ്രക്രിയയാണ് കാൽനാട്ടെന്ന് പറയുന്നത്. കൂടെ ഗണപതി പൂജ, ഗണേശ പൂജ, ഇതെല്ലാം എൻ്റെ കൂടെ ഭാഗമായിട്ടുണ്ട്. സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ ഇന്ന് നാളെ ഇനി മറ്റന്നാളത്തെ കാര്യം ലൈവിന് പറ്റുമോ അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ചൊവ്വാഴ്ച രാവിലെ ഒന്ന് ലൈവ് നോക്കിക്കൊണ്ടേ. പറ്റുകയാണെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ലൈവ് ഇടാം. പറ്റുകയാണെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച രാവിലെ ലൈവ് ഇടാം. എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം എത്ര കണ്ട് പോസിബിൾ ആണെന്നുള്ളത് ലൈവ് ഇടല്ലേ. അപ്പോൾ എന്താണെങ്കിലും സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, സർവ്വ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച്, ഹരി 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 ബോൽ രാധേ.